കുറേ ഉണ്ട്. ഒരു ഡസൻ പോലും വാങ്ങിന് ചെറുത് മത്സ്യമായില്ലെന്ന് പറയും. വലിയ മുമ്പിൽ 450 ഗ്രാമിനെ കിട്ടും. കുഞ്ഞായ വേണമെന്നില്ല. ഓരോരുത്തർ മാത്രമേ മതി കേട്ടോ. ക്രിസ്ത്യൻ മാഷ് തന്നെയായിരുന്നു. ഇവരാരെ കിട്ടി? നമ്മളെ ഐഡിയ അല്ല, നമ്മളെ കിട്ടിയാണ്. അപ്പം ഈ പിൻകെട്ട് നമ്മൾ കൈയിട്ടാൻ കിട്ടുന്നത് എണ്ടക്കുഴി എന്ന് പറയും. എണ്ടക്കുഴി എന്ന് പറഞ്ഞാൽ ഒരു 5 അടി കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് 90 ഡിഗ്രി പിന്നെ ഇങ്ങനെ ആ ഭാഗത്താണ് എണ്ടക്കുഴി എന്ന് പറയുന്നത്. അവിടെ എണ്ണ വന്നു കഴിഞ്ഞാൽ ആന പിൻകെട്ടിൽ ആന മുട്ടുന്നുണ്ടാവും. ഇടക്കെട്ടിലാണെങ്കിൽ ആന ഒന്നും ചെയ്യില്ല. അങ്ങനെ തോന്നുന്നില്ല. ഇടക്കെട്ട് പറഞ്ഞത് നടുക്ക്. മുൻകെട്ടാണെന്ന് വെച്ചാൽ തറക്കി മുൻകെട്ടല്ല. അത് മുൻകെട്ട് കൂടുതൽ ചർപ്പിച്ച് ചർച്ച നിർത്താൻ പറ്റില്ല. ചിലപ്പോൾ ലങ്സിലൊക്കെ പോകും. ഇതാണെന്നാലും വലിയ അപൂർവമായിട്ടുണ്ടാവാറ് കേട്ടോ. ഈ കാട്ടാനകൾക്ക് ഉണ്ടാവും. അപ്പോൾ നല്ല മുക്കി പോകും. അങ്ങനെ പോയില്ലെങ്കിൽ ചത്തു പോകും. കാട്ടാനകൾ ആവുന്നതിന് ഒരു കാരണം, മുഖ്യമായിട്ടുള്ള കാരണം കേട്ടോ, മരത്തിട്ട് കുറയ്ക്കാനാണ്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അവിടെ സാധാരണ കുറവാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ പട്ട മാത്രമുള്ള തിന്നണ പലതരത്തിലുള്ള ഇലയും കാര്യമൊക്കെ തിന്നണില്ലേ. മറ്റൊരു ഇതിലെങ്ങനെ അരിയൂടെ സെപ്പറേറ്റ് കൊടുക്കും. അതെ, അതിനാളെ കണ്ട പറ്റൂല. കാണിക്ക പോലെ ഇതൊക്കെ പൊട്ടു ഇതില്ല. എന്തൊരു സാധനം അവര് കുറിച്ചില്ലേ? ഇവിടെ വളർത്തുന്ന ആളൊക്കെ മണിക്കൂർ കൊണ്ട് വോൾ വിലസ് എന്ന് പറയും. അതിൽ ചിലപ്പോൾ കുടലിൽ ചുറ്റുകൾ ആ കണ്ടീഷനാണ് വോൾ വിലസ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റർസെപ്ഷൻ ഈ സാധാരണ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരേ കുടലിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇങ്ങനെ പോകും. അങ്ങനെ കണ്ടീഷൻ വരുന്ന അതിന് തന്നെ പെട്ടെന്നാണ്. പക്ഷേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് മികച്ച റിഫർമെൻ്റ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷേ ഒന്നും ചെയ്തില്ല അങ്ങനെയാണ്. കാരണം അതിൽ കംപ്ലീറ്റ് കുടലിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിഡ്നീൻ്റെ അവിടെ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ പോയെന്നൊക്കെ ഇപ്പോൾ അവർ വിളിച്ച് പറഞ്ഞത് രസമൊന്നുമില്ല. 75 വയസ്സ്. അതായത് നായരം വരച്ച ഒരു ഭീമൻ
ഈ വേലായുധം എന്നൊരു ആനയുണ്ടായിരുന്നു. അതിന് എണ്ണക്കെട്ടുണ്ടായത് തൃശ്ശൂർ പട്ടിക്കാട് വെച്ചിട്ടുണ്ടായിരുന്നു. ബീച്ച് പട്ടിക്കാട് എണ്ണക്കെട്ടുണ്ടായി. അതിന് ഒറ്റ സ്ട്രെച്ചിൽ അവർ നടത്തി നായരമ്പലത്തിൽ കൊണ്ട്, നായരമ്പലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ്. അവിടെ കൊണ്ടുപോയി എണ്ണക്കെട്ട് ഉണ്ടായി. ഇത് ഓരോ വെള്ളം ഇങ്ങനെ കുടിയിട്ടുണ്ട്. 10-ാം ദിവസം മുതൽ ഇങ്ങനെ മോട്ടർ നടിക്കുന്ന നമ്മൾ പല മരുന്ന് കൊടുക്കുന്നതായിരിക്കും കൃഷി ഉണ്ടായിരുന്നു. 75-ാമത്തെ ദിവസം നാണച്ചേരുന്നു. പിന്നെ കൂടുതൽ ദിവസം എടുത്തുള്ള ആച്ചത് ഇവിടെ രാജപ്പൻ്റെ മോഹനാണ്, രാജഗോപാലനാണിത്. അത് 73 ദിവസം എടുത്തു. അതും ഇതുപോലെ തന്നെ എണ്ണക്കെട്ടിനെ പണിയിപ്പിച്ച് കഴിഞ്ഞിട്ട് അവരിന് വെള്ളം അങ്ങനെ പോയിരുന്നു. പിന്നെ രാജപ്പൻ്റെ ഒക്കെ ചികിത്സയൊക്കെ ഡോക്ടർ അക്ബർ എന്ന് പറയുന്ന കഴിയും 59 ദിവസം. ഇപ്പോൾ അപ്പോൾ കുടിസാറുണ്ട്, കുടിസാർ അറിയില്ലേ സാമുവല്, അയാളൊക്കെ ആനയുണ്ട്. ദേഹത്തൊക്കെ ഒരു മഞ്ഞ പുള്ളിയായിട്ട് രാമാനുജൻ, അതിനാണ് 59 ദിവസം. അത് നമ്മൾ രക്ഷപ്പെടുത്തിയായിട്ട് കൂടുതൽ ദിവസം എടുത്തിട്ട് 59 ഹരിയുടെ 47. പിന്നെ ഗുരുവായൂർ ദിവസം ലക്ഷ്മണന് 51, ഒരു 5 കൊല്ലം മുമ്പ്. പിന്നെ വെള്ളം കൊടുക്കുന്ന തീറ്റൊന്നും ചെയ്തില്ല. സ്വതേ അതിൻ്റെ ലക്ഷണം തന്നെ ചേട്ടൻ്റെ ലക്ഷണം ആന തിന്നാതിരിക്കാൻ, വെള്ളം കുടിക്കാതിരിക്കുക, വയറ്റിലെ നോവ് കൊണ്ടാണ് സാധാരണ അതിനെ ഉണ്ടാക്കുന്നത്. എണ്ണ നോക്കി എണ്ണ പോവില്ല, എണ്ണ വയൽ കയറ്റ നോക്കി കഴിഞ്ഞാൽ അത് എനിക്കായിരിക്കും അതതിൻ്റെ ലക്ഷണം. പിന്നെ ചിലപ്പോൾ ചെറിയ എണ്ണങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ഉടമസ്ഥന്മാരും ആനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നടക്കുന്നത്. കാരണം എണ്ണം പോകുന്നുണ്ട്, ഇപ്പോൾ എണ്ണം പറയാൻ നോക്കില്ല. പക്ഷേ വലിയ എണ്ണം കളക്ഷൻ്റെ എണ്ണത്തിൻ്റെ എണ്ണമാണ് ഈ ചെറിയ എണ്ണ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ വേരെടുത്ത ആനയെടുത്ത് എന്നല്ല, വേരയും യാതൊരു ബന്ധമില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധാരണ സംഭവിക്കണമെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നല്ല പണിയിപ്പിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ല വെയിലത്ത് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ് അതിനെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പിക്കുക. അങ്ങനെ തണുപ്പിക്കുമ്പോൾ ഈ പഴുപ്പിച്ച ഇരുമ്പ് വെള്ളത്തിൽ മുക്കുന്ന പോലെ ആ കുടലിലെ കൺട്രാക്ഷൻ സങ്കോചം പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഭാഗത്തന്നെ. ശരിക്കും എന്താ വെച്ചാൽ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ, തീറ്റ കൊടുക്കാൻ പാടുള്ളൂ, തണുപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കുണ്ടായിട്ടുണ്ട്, മനുഷ്യർ പോയിട്ടുണ്ടാവും. അപ്പോൾ ആനയ്ക്ക് പെട്ടെന്ന് ആ പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് സങ്കോചങ്ങളൊക്കെ പെട്ടെന്ന് നൽകും. അപ്പോഴാണ് ഒരു ബോണസ് പോലെ തങ്ങിയത്. പിന്നെ എന്താ വെച്ചാൽ അതിന് മുന്നിൽ നിന്ന് കയറാൻ പിന്നെയും പറയാൻ ഈ എണ്ണകളൊന്നായിട്ട് അങ്ങനെ വലുതാവും. അവസാനം പാമ്പ് ഇരവിഴിക്കാവും പോലെ. അതെ, അങ്ങോട്ടില്ല അങ്ങോട്ടില്ല എന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും പറയാൻ ആഴ്ച കഴിഞ്ഞാൽ കഴിഞ്ഞ സ്പീഡ് കുറച്ച് ഇല്ലേ നടക്കാണ്ട് കിടത്ത് നടക്കാണ്ടിരുന്നു ഇല്ലേ, അത് നടക്കാൻ പോയില്ല, ഓട്ടത്തിന് എടുത്ത് ആസ്പത്രി കൊണ്ടുപോയി ആനയും കൊണ്ട് നടക്കുക. അതുപോലെ തന്നെ ആനയ്ക്ക് എണ്ണക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ തടി പിടിപ്പിച്ച് നോക്കും, അല്ലെങ്കിൽ നടത്തിച്ച് ഓടിച്ച് നോക്കും. അങ്ങനെ ചെയ്യാം. ഞാൻ ഒരു ഉദാഹരണം ചോദിക്കട്ടെ, സംശയം ചോദിക്കട്ടെ. നമുക്ക് മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മൾ ഓടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ ഭാരം പിടിച്ച് കഴിഞ്ഞാൽ മലം പോവും പോവാ എന്താ? പിന്നെ ആനയ്ക്ക് പോകാത്ത ആനയ്ക്ക് എന്താ അങ്ങനെ ചെയ്യണം? എന്താ ആനോട് കൊടുക്കുക? തെറ്റായ ധാരണകളാണ്. നമ്മളേക്കാൾ നമ്മളാച്ചാൽ ശരിക്കും നമ്മൾ കുത്തിനെ നിൽക്കുക. കുടലൊക്കെയാണ് കുത്തിനെയാണ്. ഇതുപോലെ ആനയുടെ കുടൽ പോലെ വളഞ്ഞിട്ടല്ല. എന്നിട്ട് കൂടി തന്നെ നമുക്ക് ഓടിയാലോ അല്ലെങ്കിൽ വേഗം നടന്നു കഴിഞ്ഞാൽ മരത്തിന് മുകളിൽ കയറി കഴിഞ്ഞാൽ എണ്ണം പോകും, അല്ല മരം പോവില്ല. ആനയ്ക്ക് അങ്ങനെ ചെയ്യുന്നൊരു തെറ്റായ ധാരണയാണ് ഇത്. ഓടിപ്പിച്ച് കഴിഞ്ഞാൽ പോകും. ഞാൻ പറഞ്ഞില്ലേ, 5 അടി കഴിഞ്ഞാൽ പിന്നെ ഒരു വളവാണ്, ഒരു ബെൽറ്റാണ്, പിന്നെയാണ് ഈ സ്പ്രിങ് പോലെ കിടക്കുകയും ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും അതുകൊണ്ട് എണ്ണം പോവില്ല. പിന്നെ ആനെങ്ങനെ കുത്തിനെ സൈഡിൽ നിർത്തുകയും ചെയ്യും അല്ലേ? നടത്തുകയും ചെയ്യും, മേടിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എണ്ണക്കെട്ടുണ്ടാവുകയും ചെയ്യുക, പണിയിടിപ്പിക്കുക, അല്ലെങ്കിൽ എഴുന്നള്ളിപ്പിക്കുക എല്ലാം നടത്തി ചെയ്ത് കഴിഞ്ഞാൽ ഈ തൊട്ടിൽ കുട്ടികൾ എങ്ങനെ ചെയ്യും? എന്നുപോലെ കുടലിൻ്റെ ഉള്ളിൽ വൻകുടലാണ്, വൻകുടലിൻ്റെ അങ്ങനെ ഒന്നും കൂടെ മുറുകല്ല, ഇങ്ങനെ ആടിങ്ങനെ
അപ്പോൾ ഇങ്ങനെ ആടുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ കുടലിൻ്റെ ഭിത്തിയൊക്കെ വണ്ണം വയ്ക്കും. വളരെ കനം കുറവാണ് ഈ വൻകുടലിൻ്റെ ഭിത്തി. ചെറുകുടൽ പോലെയല്ല, ഉള്ളിത്തോലും പോലെ ഇരിക്കും, ബലൂൺ ചെയ്യും പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെ ആടുന്ന സമയത്ത് എന്ന് വെച്ചാൽ കുടൽ ഭിത്തിക്ക് കനം വരും, വീക്കം വരും. അതിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത്. അവിടെ കുടിക്കുന്ന വെള്ളം ആസിഡിസ് പോകുന്നതല്ല. ഒരു അങ്ങനെ പുറത്ത് പോകുമ്പോൾ എന്തുണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ക്ഷീണം കൂടും. അപ്പോൾ നമുക്ക് 2 പ്രാവശ്യം വയറിലേക്ക് കഴിഞ്ഞാലോ 2 പ്രാവശ്യം ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം കൂടിയും. അപ്പോൾ ശരീരത്തിൽ വെള്ളമായി പോണത് ഇതിനുള്ള, അപ്പോൾ ആ ക്ഷീണം കൂടുന്നത്. അപ്പോൾ ക്ഷീണം കൂടുമ്പോഴാണ് ഇതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകും, നിർജ്ജലീകരണം ഉണ്ടാകും. അപ്പോൾ അതിന് നമുക്ക് ധാരാളം വെള്ളം കുടിക്കുമ്പോഴും കൊടുക്കണം, അതുപോലെ തന്നെ ഈ ഇഞ്ചക്ഷനായിട്ട് വെള്ളം കൊടുക്കണം. അപ്പോൾ ഈ നീർക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ 2 പ്രശ്നമുണ്ട്. നീർക്കെട്ടുണ്ടായി കഴിഞ്ഞാൽ വെള്ളം ധാരാളം പോകും. വെള്ളം പോകാൻ വെച്ചാൽ എണ്ണത്തിൻ്റെ പുറത്തുള്ള കളിയില്ലേ, അതൊക്കെ നാര് മാത്രമായി പുറത്ത്